റബ്ബർ തോട്ടമല്ല. എന്ത് ഈ മറ്റേ കോമ്പളം കഴിഞ്ഞിട്ട് പൈപ്പ് ഇട്ടിരിക്കുന്നത് അറിയണ്ട? ആ പൈപ്പ് ടൈപ്പ് കൂടെ തന്നെ കയറി കഴിഞ്ഞാൽ അവിടെ ഷാപ്പുകളുണ്ട്. ഇപ്പുറത്തെ സൈഡേക്ക് മറിയണം കേട്ടാ. അങ്ങോട്ട് ആളുണ്ടോ? അവിടെ ആളുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. കാട്ടി കയറി കാണിക്കണം. റോഡായില്ലേ? PT5 എന്ന കാട്ടാനയെ കണ്ണിന് ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി മയക്ക് വെടിവെച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പാലക്കാട് മലമ്പുഴ ഭാഗത്താണ് ആനയുള്ളത്. വനത്തിനുള്ളിൽ ആനയെ മയക്കുവെടിവെച്ച് ചികിത്സകൾ ആരംഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യ ശ്രമം വിഫലമായെങ്കിലും പിന്നീട് അതിനുള്ള ശ്രമങ്ങൾ വിജയം കണ്ടു എന്നാണ് കരുതുന്നത്. വനത്തിനുള്ളിലാണ് ഇത് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നിലവിൽ വ്യക്തമല്ല. പക്ഷേ ജീവനക്കാർ അകത്തേക്ക് പോയിട്ടുണ്ട്, എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. കണ്ണിന് ഇപ്പോൾ തന്നെ ചികിത്സ നൽകി വിട്ടയക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് ആനയെ ചികിത്സിക്കാനുള്ള ഒരുക്കങ്ങളും അവിടെ തയ്യാറാണ്. എലിഫന്റ് ആംബുലൻസ് അടക്കമുള്ളവ തയ്യാറാണ്. ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നൽകാനായി മയക്കുവെടിവെക്കാനും ചികിത്സ നൽകാനുമായി എത്തിയിട്ടുള്ളത്. MS ലിഷോയി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയി, എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഈ ജീവനക്കാരൊക്കെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. നമുക്ക് വിവരങ്ങൾ നൽകാനായി ആരെങ്കിലും പുറത്തുണ്ടോ? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഈ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണാൻ കഴിയില്ല, പക്ഷേ നമുക്ക് ആ വനപ്രദേശത്തിനുള്ളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് അവരവിടെ ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള അവിടെ വടമൊക്കെ കെട്ടിത്തിരിച്ച ശേഷം പിന്നീട് ഈ ആന കൂടുതൽ ദൂരത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി വടമൊക്കെ കെട്ടി, അതിനു പുറമെ ഈ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി അവിടെ കൃത്യമാക്കിയിട്ടുണ്ട്. 2 കുങ്കിയാനകളെയും അവിടെ എത്തിച്ചിട്ടുണ്ട്. അഥവാ ഇനിയിപ്പോൾ ഈ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ കുങ്കിയാനകളുടെ സഹായം വേണ്ടിവരും. നിലവിൽ കുങ്കിയാനകൾ വനപ്രദേശത്തിന് പുറത്താണ് നിൽക്കുന്നത്. അഥവാ ഇനിയിപ്പോൾ ഈ ആനയെ, അതായത് ഈ PT5നെ ഈ അവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ, ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ 2 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇതിനെ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റിയായിരിക്കും എന്തായാലും കൊണ്ടുപോവുക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിശോധനകളാണ് നടക്കുന്നത്. ഈ പരിശോധനകളുടെ കൂടുതൽ വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ നിലവിലത്തെ ഒരു അറിയാൻ കഴിയുന്നതനുസരിച്ച് യാതൊരു വിധത്തിലും കൂടുതലായി കൊണ്ടുപോരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ കണ്ണിൽ റബ്ബർ ബുള്ളറ്റ് അടിച്ചതാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിലേക്ക് 2 തവണ കയറിപ്പോയ സമയത്ത്, മതപ്പാട് സമയത്ത് ഈ ആന തമിഴ്നാട്ടിലേക്ക് കയറി പോകാറുണ്ട്. ആ മതപ്പാട് സമയത്ത് ആദ്യ തവണ പോയി വന്നപ്പോൾ ഒരു കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നു. 2ാം തവണയും കഴിഞ്ഞ വർഷം കയറിപ്പോയി വന്ന് തിരികെ ഈ കേരള വനപ്രദേശത്തേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ 2ാമത്തെ കണ്ണിനും പ്രശ്നം കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഈ കണ്ണിൽ നിന്ന് നീരൊലിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് എത്രത്തോളം ഈ മങ്ങലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ പരിശോധനകൾ നടത്തി എത്രത്തോളം കാഴ്ചയ്ക്ക് മങ്ങലുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്തും. ഈ ഡോക്ടർ അരുൺ സഖ്രിയ പറയുന്നത് ആദ്യ പരിശോധന അതായിരിക്കും. അതായത് എത്രത്തോളം കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ തുടർന്നുള്ള ചികിത്സ നൽകേണ്ട കാര്യമൊക്കെ തന്നെ എന്തായാലും നയിക്കുക. എന്തായാലും പൂർണ്ണമായും 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ ഒറ്റ തവണത്തെ ചികിത്സ കൊണ്ട് മാത്രം ആനയ്ക്ക് ഈ കാഴ്ച തിരികെ കിട്ടില്ല, അല്ലെങ്കിൽ കാഴ്ച കുറച്ചുകൂടി തെളിമ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആനയെ കൊണ്ടുപോയി വിദഗ്ധമായ ചികിത്സ കുറച്ച് നാളുകൾ ഈ ബേസ് ക്യാമ്പിൽ കൊണ്ടു നിർത്തി അവിടെ ചികിത്സ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ വനംവകുപ്പുള്ളത്. അങ്ങനെയാണെങ്കിൽ അഥവാ ഇനിയിപ്പോൾ അത്രത്തോളം പ്രശ്നമില്ല എന്നാണെങ്കിൽ ആനയെ ഇവിടെ നിന്ന് തന്നെ ചികിത്സിച്ച് ഇതിനെ ഈ കാഴ്ചയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി തെളിമ ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്ത ശേഷം ആനയെ വിട്ടയക്കുമെന്നുള്ളതാണ്. പക്ഷേ
ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ആനയ്ക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട പോലെയാണ് അതിന്റെ ഒരു സഞ്ചാരവും അതുപോലെ തന്നെ പെരുമാറ്റവും ഒക്കെ തന്നെ എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം ഒന്ന് ഇടപെടുകയാണ്, അതായത് ഈ കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടതുപോലെയാണ് പെരുമാറ്റം എന്ന് പറയുന്നു. ഇനി റബ്ബർ ബുള്ളറ്റ് കൊണ്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊരു പ്രാഥമിക നിഗമനമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വനത്തിനുള്ളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ കാഴ്ച വീണ്ടെടുക്കാനുള്ള ചികിത്സ നൽകുന്നത് ഫലപ്രദമായിരിക്കുമോ? അക്കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ ഒരു അല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായം പറയേണ്ടതുണ്ടായാലും വെറ്റിനറി ഡോക്ടർമാരും വനം വകുപ്പ് ഡോക്ടർമാരും അടങ്ങുന്ന ഒരു സംഘമാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. എന്തായാലും ഈ റബ്ബർ ബുള്ളറ്റ് കൊണ്ടതാണെങ്കിൽ കണ്ണിന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഈ അരുൺ സക്രിയ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആനയ്ക്കുള്ള ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ വെള്ളവും മറ്റുമൊക്കെ തന്നെ ഈ ആനയെ കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ആ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഒരു കുറച്ച് സമയമെടുക്കും ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തുക. അതിനുശേഷം ഈ ആനയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ചികിത്സ നൽകേണ്ടതുണ്ട്, കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അത് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും. നിലവിൽ എന്തായാലും അവിടെ ചികിത്സ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ തമിഴ്നാട്ടിൽ എത്തുന്ന ആനകളെ റബ്ബർ ബുള്ളറ്റ് അടിച്ച് അവിടെ തുരത്തുന്ന ഒരു പതിവ് അവർക്കിടയിലുണ്ട്. അപ്പോൾ അത് ആണ് ഒരു പ്രശ്നമായി ഇവിടുത്തെ നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചികിത്സ കൊണ്ട് മാത്രം ആനയ്ക്ക് ഭേദമാകില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ ആനയെ അവിടേക്ക് മാറ്റുക എന്നുള്ളതാണ്.